ഒരു കാലത്ത് ക്വാണ്ടം ഫിസിക്സ് എന്ന അത്ഭുത ലോകത്തിൽ ഒരു പൂച്ചയുണ്ടായിരുന്നു. സാധാരണ പൂച്ചയല്ല, ഷ്രോഡിംഗേഴ്സ് കാറ്റ്. ഒരു റേഡിയോ ആക്റ്റീവ് ആറ്റവും വിഷമുള്ള കുപ്പിയും ഗൈഗർ കൗണ്ടറും എന്നിവയ്ക്കൊപ്പം ഒരു ബോക്സിനുള്ളിൽ കുടുങ്ങി പ്രപഞ്ചം എന്താണ് തീരുമാനിക്കുക എന്ന് കാത്തുനിൽക്കുന്ന ഷ്രോഡിംഗേഴ്സ് കാറ്റ്. എല്ലാവരും ഞാൻ ജീവിച്ചും മരിച്ചുമാണെന്ന് പറയുന്നു. പക്ഷേ എന്റെ അവസ്ഥ ആരും ചോദിക്കുന്നില്ല. ഇത്ര തിയറി പറയുമ്പോഴും ഇവിടെ ഒരു പാൽ ബൗൾ പോലും ഇല്ല. ക്വാണ്ടം മെക്കാനിക്സ് പ്രകാരം ഒരു റേഡിയോ ആക്റ്റീവ് ആറ്റം ക്ഷയിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഇല്ലായിരിക്കാം. നാം അതിനെ നിരീക്ഷിക്കുന്നതുവരെ അത് ഇരുവിധ അവസ്ഥകളിലും നിലനിൽക്കും, ഡീക്കേഡും നോട്ട് ഡീക്കേഡും. അതുകൊണ്ട് ആ പൂച്ച പാവം ജീവിച്ചും മരിച്ചുമാണ്. ഇതിനെ ശാസ്ത്രജ്ഞർ സൂപ്പർ പൊസിഷൻ എന്ന് വിളിക്കുന്നു. സൂപ്പർ പൊസിഷൻ? അതൊരു സൂപ്പർ കൺഫ്യൂഷൻ. ശരി, ഇനി മതിയാക്കാം ഈ തിയറി കളി. ഞാൻ തന്നെ ഈ സ്ഥിതി ഒബ്സർവ് ചെയ്യാം. നീ ബോക്സ് തുറക്കേണ്ടിരുന്നില്ലല്ലോ. നിങ്ങൾ വേവ് ഫംഗ്ഷൻ കൊളാപ്സ് ചെയ്യുന്നത് കാത്തിരിക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ തന്നെ ചെയ്തു. ഒബ്സർവേഷൻ കംപ്ലീറ്റ്. പൂച്ച ബോക്സ് തുറന്നതോടെ പ്രപഞ്ചം തീരുമാനിച്ചു, അത് ജീവിച്ചിരിക്കുന്നു. സൂപ്പർ പൊസിഷൻ തകർന്നു. ക്ലാസിക്കൽ ഫിസിക്സ് നിയന്ത്രണം ഏറ്റെടുത്തു. പാരഡോക്സ് തീർന്നു. ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമായി പറയാം. ക്വാണ്ടം മെക്കാനിക്സ് അനുസരിച്ച് പാർട്ടിക്കിൾസ് ഒരേ സമയം പല അവസ്ഥകളിലും നിലനിൽക്കും, അവയെ മെഷർ ചെയ്യുന്നതുവരെ. അതുകൊണ്ട് സത്യത്തിൽ പറയുമ്പോൾ ഞാൻ തെളിവാണ്. Curiosity doesn't always kill the cat. Sometimes it explains quantum theory. ഷ്രോഡിഞ്ചർ, നിങ്ങൾ എനിക്ക് മാപ്പ് തരൂ. ഞാനൊരു ബോക്സ് കൂടി തുറക്കാൻ പോകുവാണ്. അവയിൽ പാരഡോക്സസ് അല്ല, ട്രീറ്റ്സ് ആകാമല്ലോ. ക്വാണ്ടം വേൾഡിൽ എല്ലാം എല്ലാ സാധ്യതകളിലുമുണ്ട്. ക്യൂരിയോസിറ്റി ബോക്സ് തുറക്കുന്ന നിമിഷം വരെ